ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ അപ്ഡേറ്റുകൾ നോക്കാം. 5/12/2024 അതുപോലെ 4/12/2024 അപ്ഡേറ്റുകളാണ് മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി മുമ്പ് ഇൻഫോം ചെയ്തതുപോലെ തന്നെ ഡിസംബർ 16 നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒന്നാം സെമസ്റ്റർ BA CBCSS CR CBCSS ഡിഗ്രി പരീക്ഷകൾ 2024 ഡിസംബർ 17 പുനഃക്രമീകരിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രത്തിനോ സമയത്തിനോ മാറ്റമില്ല. അന്നേ ദിവസത്തെ മറ്റ് പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. 2024 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ BA ഓണേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി ഡിഗ്രി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ സ്ക്രൂട്ടിനിക്ക് ഡിസംബർ 13 വരെ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 2024 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ 2022 അഡ്മിഷൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 2021 അഡ്മിഷൻ സപ്ലിമെൻ്ററി 19-20 അഡ്മിഷൻ മേഴ്സി ചാൻസ് 13-16-18 അഡ്മിഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷന് ഡിസംബർ 11 വരെ അപ്ലൈ ചെയ്യാം. 2024 ജൂലൈയിൽ നടത്തിയ 3ാം സെമസ്റ്റർ BA ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ BA എക്കണോമിക്സ് ആൻഡ് മീഡിയ സ്റ്റഡീസ് ന്യൂ ജനറേഷൻ ഡെവലപ്മെൻറ്റ് ഡിഗ്രി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ സ്ക്രൂട്ടിനിക്ക് ഡിസംബർ 12 വരെ അപ്ലൈ ചെയ്യാം. 2024 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ BA ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ റെഗുലർ 2022 അഡ്മിഷൻ ഡിഗ്രി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ സ്ക്രൂട്ടിനിക്ക് ഡിസംബർ 11 വരെ SLCM പോർട്ടൽ മുഖേന അപ്ലൈ ചെയ്യാം. 2024 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MTTM റെഗുലർ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് 2024 ഡിസംബർ 14 വരെ SLCM 2022 അഡ്മിഷൻ വിദ്യാർത്ഥികൾ SLCM പോർട്ടൽ മുഖേന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫീസ് SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇനി പരീക്ഷാ വിജ്ഞാപനമാണ്. 2025 ജനുവരിയിൽ നടത്തുന്ന 1ാം സെമസ്റ്റർ BDES ഫാഷൻ ഡിസൈൻ 2024-28 ബാച്ച്, 3ാം സെമസ്റ്റർ BDES ഫാഷൻ ഡിസൈൻ 23-27 ബാച്ച് പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഡിസംബർ 30 ആരംഭിക്കുന്ന 3ാം സെമസ്റ്റർ പെയിൻറ്റിംഗ് ആൻഡ് സ്കൾപ്ചർ റെഗുലർ 2021 അഡ്മിഷൻ സപ്ലിമെൻ്ററി 2021 അഡ്മിഷൻ പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഡിസംബറിൽ നടത്തുന്ന 1ാം സെമസ്റ്റർ MBS 20 സ്കീം 2024 അഡ്മിഷൻ റെഗുലർ സപ്ലിമെൻ്ററി 23-22-21 അഡ്മിഷൻ പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 2024 ഡിസംബറിൽ നടത്തുന്ന 1ാം സെമസ്റ്റർ BPEd 4 വർഷ ഇന്നോവേറ്റീവ് കോഴ്സ് 2022 സ്കീം പരീക്ഷകൾക്ക് ഓൺലൈനായിട്ട് ഫൈനില്ലാണ്ട് ജനുവരി 7 വരെയും 150 രൂപ ഫൈനോട് കൂടി ജനുവരി 9 വരെയും 400 രൂപ ഫൈനോട് കൂടി ജനുവരി 11 വരെയും അപ്ലൈ ചെയ്യാം. കേരള സർവകലാശാല 2024 ഡിസംബർ 21 TKV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നടത്തിച്ചിരുന്ന 4ാം സെമസ്റ്റർ MPയുടെ വയോവോസി പരീക്ഷ ഡിസംബർ 11 പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രം 24 ഒക്ടോബറിൽ നടത്തിയ 4ാം സെമസ്റ്റർ MA മലയാളം സപ്ലിമെൻ്ററി 21-20 അഡ്മിഷൻ ആൻഡ് മേഴ്സി ചാൻസ് 17-19 അഡ്മിഷൻ ഡിഗ്രി പരീക്ഷയുടെ വയോവോസി 2024 ഡിസംബർ 13 രാവിലെ 10:30 കാര്യവട്ടം ക്യാമ്പസിലെ കേരള പഠന വിഭാഗത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ഇനി ഡിസംബർ 9 ആരംഭിക്കുന്ന 1-2 സെമസ്റ്റർ BTech ഒക്ടോബർ 2024 സ്കീം മേഴ്സി ചാൻസ് 2008-12 അഡ്മിഷൻ വരെ പാർട്ട് ടൈം 2003 സ്കീം ട്രാൻസിറ്ററി പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ഹോൾ ടിക്കറ്റ് വാങ്ങി അവിടെ തന്നെ പരീക്ഷ എഴുതേണ്ടതാണ്. ഇനി ടൈം ടേബിളാണ്. 2025 ജനുവരിയിൽ നടത്തുന്ന 5ാം സെമസ്റ്റർ യൂണിറ്ററി ലെവൽ പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2024 ഡിസംബർ 11 ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ BEd 2019 സ്കീം റെഗുലർ 2024 അഡ്മിഷൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 23 അഡ്മിഷൻ സപ്ലിമെൻ്ററി 21 അഡ്മിഷൻ ഡിഗ്രി പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഇനി 4ാം തീയതി നൽകിയിട്ടുണ്ടായിരുന്ന പ്രസ് റിലീസ് അപ്ഡേറ്റ് ആണ്. 2024 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MSW ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് ഡിസംബർ 9 വരെ SLCM പോർട്ടൽ മുഖേന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപേക്ഷാ ഫീസ് SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 2024 സെപ്റ്റംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MSc സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2024 ഡിസംബർ 5-6 തീയതികൾ നടത്തുന്നു. ഡിസംബർ നടത്തുന്ന 5ാം സെമസ്റ്റർ BA BSc BCom ന്യൂ ജനറേഷൻ ഡെവലപ്മെൻറ്റ് റെഗുലർ 2022 അഡ്മിഷൻ സപ്ലിമെൻ്ററി 21-20 അഡ്മിഷൻ പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. കേരള സർവകലാശാലയുടെ 5ാം സെമസ്റ്റർ CBCSS BA BSc BCom ഡിസംബർ 2024 പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 5 മുതൽ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഹോൾ ടിക്കറ്റ് ലഭ്യമാക്കുന്നതാണ്. ഹാജർ നിലയിൽ കുറവുള്ള എന്നാൽ കണ്ടോണേഷൻ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഉത്തരവാകുന്ന മുറയ്ക്ക് ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യുന്നതാണ്. ദെൻ UGC കേരളത്തിൽ ഉൾപ്പെടെ ജേർണലുകൾ ധനസഹായത്തിനുള്ള അപേക്ഷ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്.
2024-75 വിഭാവനം ചെയ്തിട്ടുള്ള പ്രകാരം സർവകലാശാലയുടെ അഫിലിയേറ്റ് കോളേജുകളിൽ നിന്ന് പ്രസിദ്ധീകരിച്ച UGC കേരള ലിസ്റ്റിൽ ഉൾപ്പെട്ട ജേർണലുകൾ ധനസഹായം നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട കോളേജുകളുടെ പ്രിൻസിപ്പൽ നിശ്ചിത മാതൃകയിൽ 2024 ഡിസംബർ 15 മുമ്പ് പ്രസിദ്ധ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ സർവകലാശാല സൈറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം കൂടി യൂണിവേഴ്സിറ്റി ഇതിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് നിലവിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.